to the Father, and to the Son, and to the Holy Spirit. Good evening, everyone. Welcome to the 11th day of Shunoyo prayers. To lead us into today's prayers, I invite our former Diocesan Vice President and our current South Houston Regional Vice President, Reverend Isaac Prakash Achan, to start with the opening prayers. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദിയും തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നീ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിമതിയായ കന്യകമറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, കൂടി വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു. ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനയ്ക്കായി ഓരോ കുടുംബങ്ങളെയും അവരുൾപ്പെടുന്ന ദേശങ്ങളെയും ഇടവകകളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നന്മയും സമാധാനവും കൃപയും സന്തോഷവും ആനന്ദവും സമൃദ്ധമായി നൽകി ഞങ്ങൾക്കിത് പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. സംഘടിപ്പിക്കുന്നവരെയും വചനം സംസാരിക്കുന്നവരെയും കൂടി വന്നിരിക്കുന്നവരെയും പ്രത്യേകിച്ച് പുതിയ അധ്യയന വർഷം ആരംഭിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവകൃപ സമൃദ്ധമായി കൊടുക്കണമേ എന്നും വളർത്തുന്ന മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്കും ദൈവാനുഗ്രഹം സമൃദ്ധമായി കൊടുക്കണമേ. രോഗികളെ അവിടുന്ന് തൊട്ട് ആശ്വസിപ്പിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. Thank you, Acha. Next, I request Joshna Philippos to read the scripture verses for us from the Gospel according to Saint Mark, chapter 3, verses 28 through 35. Joshna, you can unmute. Joshna? Yeah, I'm here. Yeah. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവനൊരു അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന്റെ ചുറ്റുമിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു.
ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോൾ. Thank you, Joshna. Next, we have Leji Matthew to sing a devotional song for us. Hello, can you all hear me? Yeah. റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ലെബനൂനിൽ വിരിയും ലില്ലി പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ കാർമൽ മലയിൽ തൂവുന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ കാർമൽ മലയിൽ തൂവുന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ നോഹതൻ പെട്ടകമേ നോഹതൻ പെട്ടകമേ റോസാ റോസാ സ്വർഗീയ റോസാ ആനന്ദ റോസാ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ദാവീദിൻ തിരുഗോപുരമേ പൂവുകൾ നിറയും പൂന്തോട്ടമേ ദാവീദിൻ തിരുഗോപുരമേ പൂവുകൾ നിറയും പൂന്തോട്ടമേ സാഗരത്താരകമേ സാഗര താരകമേ റോസാ റോസാ സ്വർഗീയ റോസാ ആനന്ദ റോസാ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ലെബനോനിൽ വിരിയും ലില്ലി പൂവേ കാകുൽ തായുടെ നൊമ്പരമേ ഗാകുൽ തായുടെ നൊമ്പരമേ ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ പിതാവേ. Thank you. Thank you, Leji, for that beautiful song. It's now time that we hear the word of God speak to us. To share the devotional message today, we have a young Kochuma from St. Peter's and St. Paul's Church, Houston, wife of Reverend Father Shinu Thomas, vicar of Mar Baselius Orthodox Church in Vernikulam. Kochuma also happens to be our regional secretary for South Houston region here. And on behalf of the Diocese of Southwest America, MMBS, I invite Rini Roy Kochuma to our gathering tonight. താങ്ക് യു സോ മച്ച്. ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് വലിയ മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട എബി അച്ഛൻ, ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരെയും, കർത്താവിൽ പ്രിയരെ, ഇന്നേ ദിവസം നിങ്ങളോടൊപ്പം അല്പസമയം
ദൈവവചനം സംസാരിക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷവും ഇതേ ദിവസം ഒരു വൈകുന്നേരം നിങ്ങളോടൊപ്പം സംസാരിക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു. ഈ വർഷവും തന്ന അവസരത്തിനായി ഡയസിസ് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എബി അച്ഛനോടും ഡയസിസ് സെക്രട്ടറി ഷിനി ചേച്ചിയോടും ഒപ്പം ട്രഷറർ മിസ്സസ് ഷീന പുന്നൂസിനുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായം 29-ാം വാക്യം. Many daughters have done well, but you excel them all. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരിൽ എല്ലാവരും ശ്രേഷ്ഠമായിരിക്കുന്നു. ആൻഡ് വി നോ ഇൻ ദ ബൈബിൾ, നമ്മൾ MMBSന്റെ പല പല ക്ലാസ്സുകളിൽ ബൈബിളിലെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വായിച്ചതും നമ്മൾ പഠിച്ചതും എല്ലാം വിശുദ്ധ ദേവമാതാവിനെ പറ്റിയിട്ടാണ്. മാതാവിൻ്റെ അനേകം ഗുണഗണങ്ങൾ നമ്മൾ പലവാവർത്തി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ എടുക്കുന്ന ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് മാതാവിൻ്റെ വിശ്വാസത്തെ പറ്റിയിട്ടാണ്. ഈ വിശ്വാസം എന്ന മലയാള പദത്തിന് സിനോണിംസ് ഒന്നുമില്ല. സിനോണിംസ് ഇൻ ദ സെൻസ് പര്യായങ്ങൾ ഒന്നുമില്ല, അങ്ങനെ അധികം ഒന്നുമില്ല. പക്ഷെ ഈ വാക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം 3 വാക്കുകളാണുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ബിലീഫ്, ദ സെക്കൻഡ് വൺ ഇസ് ട്രസ്റ്റ്, ദ തേർഡ് വൺ ഇസ് ഫെയ്ത്ത്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഐ ബിലീവ് യു എന്നാണ് നമ്മൾ പറയുന്നത്. നീ എന്നെ വിശ്വസിക്കുന്നുവോ, ഡു യു ട്രസ്റ്റ് മീ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, ഐ ഹാവ് ഫെയ്ത്ത് ഇൻ യു എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ദീസ് 3 are 3 different levels. The first one is belief. Belief is the cognitive acceptance of something which is true. The second one is trust, and trust is beyond belief. It is built through consistent experience. And the third level is faith. Faith is often described as a deeper form of trust. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും എടുക്കാം. ഒരു രാത്രി മുഴുവൻ പടകിൽ നിന്ന് വല വിരിച്ച് ഒന്നും കിട്ടാതെ വന്നപ്പം ക്രിസ്തു അവരോട് പറയുന്നു, പടകിന്റെ വലതുഭാഗത്ത് നിങ്ങൾ വല വിരിപ്പീൻ. അവിടെ നിന്ന് തുടങ്ങിയതാണ് അവരുടെ വിശ്വാസം. ദേ സ്റ്റാർട്ടഡ് ബിലീവിങ് ഹിം. ക്രിസ്തുവിന്റെ കൂടെ നടന്ന് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളും ക്രിസ്തുവിന്റെ സകല അത്ഭുതങ്ങളും കണ്ട് ദേ സ്റ്റാർട്ടഡ് ടു ട്രസ്റ്റ് ഹിം. ആൻഡ് വെൻ ദാറ്റ് ജേർണി എൻഡ്സ് ഇൻ കാൽവറി, അവരെല്ലാവരും ചിതറി പോവുകയാണ്. തിരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ അവർ കാണുമ്പം they have affirmed their faith in him. That trust is 100% complete. ഇനി ഈ ഫെയ്ത്ത്, നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യാൻ we need to practice 3 P's. The first one is patience, the second one is perseverance, the third one is persistent. നമുക്ക് വായിക്കാം വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യം. Rejoice in hope, be patient in tribulation, be constant in prayer. വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: Blessed is the one who perseveres under trial, for he has stood the test. He has received the crown of life, which God has promised to those who love him. വീണ്ടും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: And let us not grow weary of doing good, for in due season we will reap if we do not give up. For we will reap if we do not give up. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഒരു വേലിക്കെട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ബൗണ്ടറിയെ ശരിക്കും താങ്ങി നിർത്തുന്നത് ഈ 3 കാര്യങ്ങളാണ്. The first one is patience, the second one is perseverance, and the third one is persistence. പക്ഷേ ഈ ബൗണ്ടറിയെ തകർക്കുന്ന ഒരു കൊച്ചു ചോദ്യമുണ്ട്. 2 വാക്കുള്ള ഒരു കൊച്ചു ചോദ്യം: വൈ മീ? എന്തുകൊണ്ട് ഞാൻ? ഒരു എക്സാമ്പിൾ എടുത്ത് ആലോചിച്ച് നോക്കാം. ഒരു കുടുംബം
വളരെ നന്നായിട്ട് സമൂഹത്തിലും പള്ളിയിലുമൊക്കെ വളരെ നന്നായിട്ട് പോകുന്ന കുടുംബം. ഒരച്ഛൻ, ഒരമ്മ, 2 മക്കൾ. അവർ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ വളരെ ഉയർന്ന നിലയിലാണ്. അവർ പള്ളിയിലൊക്കെ വളരെ ആക്റ്റീവാണ്. പള്ളിയുടെ ഉന്നത സ്ഥാനങ്ങളിലെല്ലാം അവർ പ്രധാന പങ്കുകളൊക്കെ വഹിക്കുന്നു. പക്ഷെ ഒരു ദിവസം അവരുടെ കുടുംബത്തിൽ ഒരു ട്രാജഡി ഉണ്ടാവുന്നു. ലെറ്റ്സ് സേ സംതിങ് ഹാപ്പൻ ടു ദെം. നമ്മുടെ മനസ്സിൽ നമുക്ക് ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു ദെം? അവർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഒന്നും വേണ്ട, നമ്മുടെ സ്വന്തം എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മൾ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു ജോലിയിൽ ആണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഒരു എക്കണോമിക് റിഗ്രഷൻ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ക്രൈസിസ് മൂലം നാളെ നമ്മൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയാണ്. നമുക്ക് എന്ത് തോന്നും? നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യമാണ് വൈ മീ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നുള്ളത്. ഇത് ഇന്ന് മാത്രമല്ല, പഴയ നിയമകാലം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോന പ്രവാചകനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിനവയിലേക്ക് പോകാൻ ദൈവം പറഞ്ഞുവെങ്കിലും യോന നേരെ ഓപ്പോസിറ്റ് വഴിയിലോട്ടാണ് പോയത്. വൈ മീ എന്ന ചോദ്യത്തിന്റെ ഒരു ഫിസിക്കൽ ഫോമാണ്. വീണ്ടും നമ്മൾ ഏലിയ പ്രവാചകനെ പറ്റി വായിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ബാൽ പ്രവാചകന്മാരെ എല്ലാം കൊന്ന് വളരെ വിക്ടറിയോടെ തിരിച്ചു വരുമ്പോൾ ഇസബേൽ രാജ്ഞി എല്ലാം ഇത് അറിയുകയാണ്. തന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നു എന്ന് ഇസബേൽ രാജ്ഞി അറിയുമ്പോൾ ഏലിയ പ്രവാചകനെ ഭീഷണിപ്പെടുത്തുകയാണ്, നിന്നെ ഞാൻ കൊല്ലും. അത് ഭയന്ന് ഏലിയ പ്രവാചകൻ മരുഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ചൂരമരത്തിന്റെ ചെടിയിലിരുന്ന് ഏലിയാവ് ദൈവത്തോട് ചോദിക്കുന്നു, എനിക്ക് മരിച്ചാൽ മാത്രം മതി. ഐ only need to die. എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? ഇത്രയൊക്കെ നിനക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു? നമ്മളെല്ലാവരും ജീവിതത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യമാണ് ശരിക്കും നമ്മുടെ ആ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്തിന്റെ ആ ഒരു വേലിക്കെട്ടിനെ ശരിക്കും തകർക്കുന്നത്. ഒരു കൊച്ചു കഥയും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ആർതർ ആഷെ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ ആണ്. 3 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ വ്യക്തി. He was the first black player to be selected for the United States Davis Cup, the only black man to win singles title in Wimbledon, the US Open and the Australian Open. അദ്ദേഹത്തിന് 1983 ഒരു ഹാർട്ട് സർജറിക്ക് വിധേയമാകുന്നു. ആ സർജറിയിൽ അദ്ദേഹത്തിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കൊടുക്കുകയും ആ ബ്ലഡിലൂടെ ആ പുറത്തു നിന്ന് കിട്ടിയ ബ്ലഡിലൂടെ അദ്ദേഹത്തിന് എയ്ഡ്സ് പകരുകയും ചെയ്തു. ലാസ്റ്റ് ഈ എയ്ഡ്സിന്റെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ, ആ രോഗാവസ്ഥയിൽ ഒരു പ്രൈം ടൈമിൽ അദ്ദേഹം എത്തുമ്പം ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം 1993 ഫെബ്രുവരി 6 അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ രോഗാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരാധകരുടെ ഒത്തിരി കത്തുകൾ കിട്ടുമായിരുന്നു. അതിൽ ഒരു ആരാധകന്റെ കത്ത് ഇങ്ങനെയായിരുന്നു: വൈ ഡിഡ് ഗോഡ് ഹാവ് ടു സെലക്ട് യു ഫോർ സച്ച് എ ഡിസീസ്? ഒരു ആരാധകൻ ആർതർ ആഷയോട് ചോദിച്ച ചോദ്യമാണ്, വൈ ഡിഡ് ഗോഡ് ഹാവ് ടു സെലക്ട് യു ഫോർ സച്ച് എ ഡിസീസ്? ഇതിന് ആർതർ ആഷെ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: 50 million children started to play tennis. 5 million learned to play tennis. 500,000 learned professional tennis. 50,000 came to the circuit. 5,000 reached the Grand Slam. 50 reached Wimbledon. 4 reached the semi-finals and 2 reached the finals. ആ അവസരത്തില് ഞാൻ ആ കപ്പ് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ I never asked God, why me? When I was holding the cup in my hand, I never asked God, why me? അങ്ങനെയുള്ളപ്പം when now I am in pain, why should I ask him, or how can I ask him, why me? ഇത് തന്നെയാണ് വിശുദ്ധ ദേവമാതാവിന്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ വന്ന് സത്വാർത്ത വന്ന് പറയുമ്പോൾ, നീ ദൈവപുത്രൻ, നീ പ്രസവിക്കും, അവന് യേശു എന്ന് നീ പേരിടണം എന്ന് പറയുമ്പോൾ, she never asked Gabriel the question, why me? Why was I chosen for this?
അവസാനം കാൽവരിയിൽ തന്റെ ഏകജാതനെ കുരിശിക്കപ്പെട്ടു എന്ന് കാണുമ്പം ഒരമ്മയ്ക്കും ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. Saint Mary didn't ask, why me? Why did this happen to them? And that's how she preserved her faith in God. നമുക്കും അങ്ങനെ സാധിക്കും. we should not ask the question why me. അത് നമ്മോട് തന്നെ നമുക്ക് ആ ചോദ്യം ചോദിക്കേണ്ട, നമുക്ക് മറ്റുള്ളവരോടും ചോദിക്കേണ്ട. And that question, remember, why me, breaks the boundary of faith. And let's not do that. Let's not break the boundary of faith for ourselves, and let's not break the boundary of faith for others too. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Kochima. That was indeed a delightful message. Why me? Instead, we should ask, why not me, right? Many daughters have done well, but you have excelled them all. ഇത് നമുക്ക് പലപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. But when we fall into trouble, that's when we always ask, why me? Why does it happen to me? I think it was indeed a well-needed scripture message for all of us here. Belief, trust, faith. അതൊരു ജേണിയാണ്. And as she said, നമ്മുടെ വിശ്വാസം ശരിക്കും കാൽവരിയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. And I hope that, all of us here, may we travel that journey from our doubtful belief to an undying faith, rooted in blind trust on Him who knows the way and is the way Himself. Thank you, Kochima, for that powerful message. Next, we have intercessory prayer now, and I request Rachel Thomas to lead us into the intercessory prayers. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ, ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനും മനസ്സിലുള്ളവനുമായ എൻ്റെ ദൈവമേ, സ്വർഗപിതാവേ, ഈ സന്ധ്യയ്ക്കായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവെ, പലയിടങ്ങളിൽ പല സമയത്ത് കർത്താവെ ഞങ്ങൾ ഒരുമയോടെ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. നീ ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിവരവിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ. ഇത്രത്തോളം കർത്താവെ ഇതിനെ കൊണ്ടുവന്നതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും നിറച്ച് നിന്റെ കൃപയിൽ ആക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഉപയോഗിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ കർത്താവെ നൊയമ്പ് നോക്കുവാനും നിന്നോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് ഈ പ്രേയറിൽ ജോയിൻ ചെയ്ത എല്ലാ മക്കളെയും, ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത പോയ മക്കളെയും, കർത്താവെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെ മേപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, നിന്റെ മക്കളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ജയം എടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവമേ, നീ ഞങ്ങളെ കൊണ്ടുവന്ന വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നിന്നതല്ല കർത്താവെ, നീ ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളുടെ ഈ രാജ്യത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളുടെ നടുവിലൊക്കെ ദൈവമേ നീ കൂടെ ഇരിക്കണമേ. ഭരണാധികാരികളെ അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ ദൈവമേ നീ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. സ്കൂളിലേക്കും കോളേജിലേക്കും കർത്താവേ കുഞ്ഞുങ്ങൾ പോകാൻ ഒരുങ്ങുന്നു. ദൈവമേ, പോയ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പൊതിയണമേ കർത്താവെ. അവിടുത്തെ രക്തത്തിൽ മറയ്ക്കണമേ, രക്തക്കോട്ടക്കുള്ളിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളുകൾക്ക് ഒരനർത്ഥവും വരാതെ, ഒരു ദുഷ്ടനും കാണാതെ വണ്ണം കർത്താവെ ദുഷ്ടന്റെ കണ്ണിനെ അവിടുന്ന് കുരുടാക്കി ക്രൂശിന്റെ മറവിൽ നിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ എല്ലാ വഴികൾക്കും കൃപകൾക്കായിട്ട് സ്തോത്രം കർത്താവെ. തലമുറ
തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൽക്കഹോളിൻ്റെയും ഡ്രഗ്സിൻ്റെയും തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിതാവേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ കരുണ കാണിക്കണമേ എന്ന് യാചിക്കുന്നു. അവർക്ക് വേണ്ടി മാതാപിതാക്കൾ കരയുമ്പോൾ തമ്പുരാനെ അവർക്കൊരു തിരിച്ചവര് ദൈവം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ പൊതിയണമേ കർത്താവേ. അവിടുന്ന് സകലത്തിനും മതിയാവിനായി കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാൻ തലമുറകളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കാതെ തമ്പുരാൻ എല്ലാ മക്കളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സഭാ നേതൃത്വത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ബാബാ തിരുമേനിയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ MMBSനെ അനുഗ്രഹിക്കണമേ, ആ ലീഡ് ചെയ്യുന്ന അച്ഛനെയും അതിൻ്റെ ഭരണവാരികളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവേ. ഞങ്ങളുടെ ഓരോ യൂണിറ്റിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് നയിക്കുന്ന ഞങ്ങളുടെ അച്ഛന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെവിടെയായിരുന്നാലും കർത്താവേ അവിടുത്തെ കൃപയിൽ കർത്താവേ അവിടുത്തെ കൃപയിൽ അവരെയൊക്കെയും പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയെ നയിക്കുവാനുള്ള കൃപ ദൈവമേ കൊടുക്കണമേ കർത്താവേ. ജ്ഞാനം കൊടുക്കണമേ കർത്താവേ. സലോമോൻ രാജാവിന് ജ്ഞാനത്തെ കൊടുത്തവനായ കർത്താവേ, നിന്റെ മക്കളെയൊക്കെ നയിക്കുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കണേ, പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന രാജ്യങ്ങളെ അനുഗ്രഹിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ഭവനമില്ലാത്തവർക്ക് ഭവനത്തെ കൊടുക്കണമേ ദൈവമേ. രോഗത്തിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണമേ. ക്യാൻസറായി വലയുന്ന മക്കളുണ്ട് കർത്താവേ. ബോൺമാരാ ട്രാൻസ്പ്ലാന്റിന് പോകുന്നവരുണെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എലിസബത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രയർ സെല്ലിൽ ഉള്ള എല്ലാ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങളുടെ MMBSൽ പേര് കൊടുത്തിട്ടുള്ള എല്ലാ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ കർത്താവേ. ആ ക്രൂശിന്റെ വഴിയിലല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിപ്പാനൊന്നുമില്ല ദൈവമേ. കരുണയുണ്ടാകണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യായാമത്തിൽ കർത്താവേ അടിയങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് ദൈവമേ ഓരോ ഭവനത്തെ ഓടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വഴികൾക്കായിട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളോട് കരുണ തോന്നിയ കർത്താവേ അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ പൊതിയണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഒന്നും കൂടി കഴി വെടിപ്പാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശേഷിക്കും കാലം കർത്താവേ നിന്നെ വീണ്ടും വണ്ണം അറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണേ ദൈവമേ. പ്രാർത്ഥനയിൽ വന്നു പോയ കുറവുകൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ വിഷയങ്ങൾ കർത്താവ് വിജയം വെട്ടുക്കണം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. തക്കത്തുള്ളമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. തമ്പുരാനെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് ദൈവമേ. എല്ലാവരെയും അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുവാണ്. രോഗികൾ, ക്യാൻസറായി വലയുന്ന രോഗികളുണ്ട് കർത്താവേ. സ്ട്രോക്കായിട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ദൈവമേ. അവരെ ശുശ്രൂഷിക്കുന്ന മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളാൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുണ്ട് ദൈവമേ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ നടത്തുന്ന വഴികൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ നോയമ്പ് കാലം ഏറ്റവും അനുഗ്രഹമാ തീരാൻ തക്കണം പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വന്നു പോയ കുറവുകൾ ക്ഷമിക്കണേ തമ്പുരാനെ. എല്ലാം നല്ല ദാനങ്ങളാലും നിറയ്ക്കണമേ. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഇത്രത്തോളം നടത്തിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം കർത്താവേ. എല്ലാ നന്മകളാലും നിറയ്ക്കണേ. ലീഡ് ചെയ്യുന്ന മക്കളെയൊക്കെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. കൃപയിൽ പൊതിയണമേ, ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ട കുറയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കർത്താവേ അവിടുന്ന് ദയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. Thank you, Auntie. Ray Thomas and Binny Joseph will lead us in the litany, lead and response. ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ ഞങ്ങളെ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകരക്ഷിതാവായ പുത്രനാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രിയക ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധ കന്യാമറിയായ മർത്തമറിയം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥയാകുന്ന പരിശുദ്ധയും ശുദ്ധിമതിയുമാകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ സമാധാനപ്പെടുന്നതിനും ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കുന്നതിനുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ ഈ തിരുവനെ വാതിലും കണ്ടു. സ്നേഹത്തിന്റെ പാത്രവും രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേതസ്ഥലവും വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും ഖേദത്തിലിരിക്കുന്നവരുടെ സന്തോഷവും ക്രിസ്ത്യാനികളുടെ സഹായവുമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വൃദ്ധർ താങ്ങപ്പെടുന്നതിനായും യുവാക്കൾ പരിപാകത ഉള്ളവരായിത്തീരുന്നതിനുമായും പൈതങ്ങൾ കാക്കപ്പെടുന്നതിനുമായും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുന്നതിനുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭിന്നതയിൽ കഴിയുന്നവർ ഐക്യപ്പെടുന്നതിനായിട്ടും സത്യാനുതാപവും മാനസാന്തരവും സഭയിൽ ഉണ്ടാകുന്നതിനുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കണ്ണ് ലഭിക്കുന്നതിനായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവസന്നിധിയിൽ കൈക്കൊള്ളപ്പെടുന്നതിനുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെയും പിതാക്കന്മാരുടെയും നിബിയന്മാരുടെയും സഹോദയന്മാരുടെയും മൗദ്യന്മാരുടെയും കന്യമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്ന ദൈവകുഞ്ഞാടായ കർത്താവേ, ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്ന ദൈവകുഞ്ഞാടായ കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. ആമീൻ. അച്ഛാ ബെനഡിക്ഷൻ പറയണമേ. പാർക്കുമോർ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കരുണാമയനായ കർത്താവേ, സംബന്ധിച്ചവരുടെ മേൽ സംബന്ധിപ്പാനിരുന്നവരുടെ മേൽ ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കുന്നതിൻ്റെ മേൽ ദൈവമാതാവിന്റെ പരിപൂർണമായ മധ്യസ്ഥതയുടെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. Thank you, Acha, for joining us in spite of your busy schedule. Thank you, Joshna, Leji, Ray, Binny, and Rachel Auntie for participating in today's prayers. And thank you, everyone who have joined today. Thank you from the bottom of my heart. Thank you, and have a good night.